A+ കിട്ടിയ കുട്ടികൾക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന് വല്ലവരുമല്ല DPI ഒരു യോഗത്തിൽ പറഞ്ഞു. ആ വാർത്ത പുറത്തു വന്നപ്പോൾ ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി എന്താ ചെയ്യേണ്ടത്? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അത് സത്യമാണെന്ന് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ്. അദ്ദേഹത്തിന്റെ അയൽവക്കത്തുള്ള A+ കിട്ടിയ ഒരു കുട്ടിയെ വിളിച്ചിട്ട് ഏതെങ്കിലും 4 മലയാള വാക്ക് എഴുതാൻ പറഞ്ഞ ഒരു കേട്ടെഴുത്ത് കൊടുത്താൽ മനസ്സിലാവും. അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അന്വേഷിച്ചത് എന്താണെന്നറിയോ? ആ യോഗത്തിൽ DPIയുടെ ഈ സംഭാഷണം ചോർത്തിയതായിരുന്നാണ് അന്വേഷിച്ചത്. എങ്ങനെയുണ്ട് അന്വേഷണം? അപ്പോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ആ DPIയുടെ പ്രതിബദ്ധത എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥന്റെ പ്രതിബദ്ധത, അതിനേക്കാൾ പ്രതിബദ്ധത വേണ്ടതാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു MLA. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അതുപോലെ നേരത്തെ മാധ്യമ പ്രവർത്തകയായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി വീണ ജോർജ്, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവര് ഇത് അറിഞ്ഞില്ല അല്ലെങ്കിൽ സിസ്റ്റം തകരാറാണ് എന്ന് അവർ പറയുമ്പോൾ അവർക്കെതിരായിട്ട് മൊഴി കൊടുക്കുകയാണ്. അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏതെങ്കിലും വയനാട്ടിലോ ഇടുക്കിയിലോ ഉള്ള ഉൾഭാഗത്ത് ഒരു സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എന്തെങ്കിലും ഒരു മരുന്നില്ലാതെ അറിഞ്ഞില്ല എന്നുള്ള മാതിരിയല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ഏറ്റവും വലിയ ഇപ്പോൾ ഒന്നാമത് മെഡിക്കൽ കോളേജുകളൊക്കെ പാവപ്പെട്ട ആളുകൾ, തൊഴിലാളികൾ, ദരിദ്രന്മാർ അവരുടെ അഭയകേന്ദ്രമാണ്. ഇവിടുത്തെ നേതാക്കന്മാരോ ഇവിടുത്തെ മന്ത്രിമാരോ ഒക്കെ ചികിത്സയ്ക്ക് പോകുന്നത് വളരെ ഉയർന്ന നിലവാരമുള്ള സ്വകാര്യ ആശുപത്രികളിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തോ ആണ്. പ്രധാനപ്പെട്ട ആളുകൾക്ക് പോകുന്ന അമേരിക്കയിലാണ്. പറഞ്ഞ മാതിരി 2 കോടി ലോക സമാധാനത്തിന് മാറ്റിവെക്കുക. നമ്മുടെ ഗവൺമെന്റുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം മുൻഗണനാക്രമം ഇല്ല എന്നുള്ളതാണ്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാന്? അല്ലേ സാറേ? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും LDF-നും UDF-നും ഒക്കെ എല്ലാവരും എന്താ പറയാ, പ്രത്യയശാസ്ത്രമായിട്ട് അവതരിപ്പിക്കുക വികസനമാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? റോഡ്, പാലം, വലിയ ബിൽഡിങ്, മെഡിക്കൽ കോളേജ് 1-ാം തരം ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ലബോറട്ടറി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ മറ്റേ സൗകര്യമുണ്ട്, ഈ സൗകര്യമുണ്ട്. നീതിയാണ് രാഷ്ട്രീയത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. അപ്പൊ ഈ നീതി ഉറപ്പാക്കാതെ ഏത് വികസനത്തെ പറ്റിയാ നമ്മൾ പറയുന്നത്? അല്ലല്ല ഇങ്ങനെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ ചർച്ചയ്ക്ക് വെച്ചിട്ട് എന്നെ ഇവിടെ ഇരുത്തുന്നതിനാ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് അല്ലല്ല അത് വേണ്ട. 8:30 പരിപാടിയാ. നിങ്ങള് ഇങ്ങനെ എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തു. ഞങ്ങൾക്ക് വരും, സമയം തരും. വേണ്ട അങ്ങനെ വരേണ്ട കാര്യം. ഔദാര്യം വേണ്ട. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. ഔദാര്യം വേണ്ട, വിളിക്കാതിരുന്നാ മതി. എന്താണ് അങ്ങനെ പറയുന്നത്? ഔദാര്യം വേണ്ട, വിളിക്കാതിരുന്ന കാര്യമില്ല. ചുമ്മാ ഇരിയടേ. കാരശ്ശേരി ഇപ്പൊ പറഞ്ഞിട്ട് പോലെ ഏത് കാരശ്ശേരി ഇരിക്കുന്നതാണ് അങ്ങയുടെ പ്രശ്നം. ഏത് വേർഷൻ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണ് അങ്ങയുടെ പ്രശ്നം. ഒരു പ്രശ്നമില്ല. അല്ല, കാരശ്ശേരി ഇരിക്കുന്നതാണോ അങ്ങയുടെ പ്രശ്നം? ശ്രീകുമാർ, ഞങ്ങൾക്ക് നിങ്ങളാ പ്രശ്നം. ഹാഷ്മിയാണ് എന്റെ പ്രശ്നം. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുന്നു. ഹാഷ്മിയാണ് എന്റെ പ്രശ്നം. ഞാൻ അങ്ങനെ മറുപടിക്കാൻ വരുമെന്ന് പറയില്ല. അങ്ങ് അസോസിയേഷൻ എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റിന് തന്നെ പറ്റിയേ ഒരു മറുപടിയും വേണ്ട. ആരാണ് കാരശ്ശേരി? അല്ല, M കാരശ്ശേരി പറഞ്ഞു എന്താണ് പ്രശ്നം? അത്ര ഒരു ഉപകാരം അല്ല, കാരശ്ശേരി CPM എന്ത് തെറി പറഞ്ഞു? കാരശ്ശേരി CPM എന്ത് തെറി പറഞ്ഞു? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയമില്ല. പറഞ്ഞ എന്താണ്? കാരശ്ശേരി CPM എന്ത് തെറി പറഞ്ഞു? കാരശ്ശേരിക്ക് ആദ്യം മറുപടി പറയാം. കാരശ്ശേരി CPM പറഞ്ഞ തെറി എന്താണ്? പറഞ്ഞു തൊലക്കടോ, മനുഷ്യന് വേറെ പണിയുണ്ട്. പറയൂ, എന്നാൽ പറയൂ. അല്ല, കാരശ്ശേരി തെറി പറയൂ, CPM തെറി പറയൂ അൽകുമാർ. ഞാൻ പറയാം. അല്ല, അങ്ങനെ അസ്വസ്ഥമാക്കിയ തെറി എന്താണ് കാരശ്ശേരി ഭാഷ പറഞ്ഞത്? പറയാം. എന്താണ് പറഞ്ഞത്? മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. അതെ പറയാം. ഞാൻ തെറി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നേ? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? കാശ്മീർക്ക് ഏതെങ്കിലും പച്ചമലയാളം അങ്ങനെ മനസ്സിലാവും. കാശ്മീരുടെ കുഴപ്പമാണ്. ഞാൻ പറയാത്തൊരു കാര്യം തെറി പറഞ്ഞു. ചില കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരു ഇരിക്കെ പുറത്തേയില്ല. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത. കാരശ്ശേരിയോടുള്ള ചോദ്യം, A+ കിട്ടിയ ഒരു കുട്ടിക്ക് എഴുതാൻ പാടില്ല, വയ്യത്തില്ല എന്ന് പറഞ്ഞു, എഴുതാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പേര് പറഞ്ഞു. ഇതിന് മരുന്നില്ല. DPI പറഞ്ഞതാണ്, കാരശ്ശേരി പറഞ്ഞതല്ല. DPIയോട് ചോദിക്കൂ. നിങ്ങളല്ലേ ചോദിക്കേണ്ടിയിരുന്നത്? അതെ, നിങ്ങളെ ശമ്പളം പറ്റുന്ന ഒരാളാണ്. ആ കുട്ടിയുടെ പേരെന്ന് പറഞ്ഞു. മറുപടിക്കാണെങ്കിൽ കാരശ്ശേരി മറുപടി പറയാം. ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. മറുപടിക്കാണ് മറുപടി പറയാം. കുട്ടികളെ അപമാനിക്കുന്ന ഒരാൾ. ഞാൻ ഒരു ഒറ്റ അടി നിന്റെ കരടെ കുറ്റിക്ക് വെച്ച് തന്നാൽ പല്ല് താഴെ കിടക്കും.
എന്ത് എത്രയോ വിഷയം അത് എത്രയോ പറഞ്ഞപ്പോ എത്രയോ നിങ്ങളവിടെ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ട് A plus കാരശ്ശേരിയോടല്ല കിട്ടിയ മുഴുവൻ ചോദിക്കേണ്ടത്. കുട്ടികളെ നിങ്ങൾ നിങ്ങളുടെ അപമാനിച്ചില്ലേ? ശമ്പളം പറ്റുന്ന DP അല്ല, 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 അല്ല. മുഴുവൻ അല്ല, എല്ലാവരും പറയില്ല. അല്ല, മനുഷ്യനായ സ്വൈര്യാണ് ആവശ്യം. ആ സ്വൈര്യ നിങ്ങൾ തരുന്നില്ലെങ്കിലോ ഞങ്ങൾ എന്ത് ചെയ്യണം? DPIയോട് അല്ല സിയാൽകുമാർ മറുപടി വേണം. നിങ്ങൾ A plus കിട്ടിയ മുഴുവൻ കുട്ടികളെ 24 ചാനലിലൂടെ അപമാനിച്ചില്ലേ? ലോകത്ത് പല കള്ളുടിയന്മാരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. രാത്രി മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അല്ല കാരശ്ശേരി മറുപടി പറയുന്നതാണ്. 24 അല്ല സിയാൽകുമാർ താങ്കൾ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ കാരശ്ശേരി മറുപടി പറയും. കുട്ടികളെ അപമാനിച്ചു. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. അല്ല നിങ്ങളെന്താ ഹാഷ്മി, ചോദിക്കുന്നത്? ഞാൻ മറുപടി പറയട്ടെ. കേരളത്തിൽ A plus കിട്ടിയ ആ 10,000 കുട്ടികൾക്ക് ഹാഷ്മി, ഞാൻ മറുപടി അക്ഷരം പറയട്ടെ. അറിയില്ല, എഴുത്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ പേര് പറയണം. ബാക്കി എല്ലാ കുട്ടികളും അപ്പൊ രക്ഷപ്പെടൂലേ? സി കെ അൽകുമാർ കാരശ്ശേരി മാഷ് മറുപടി ഉണ്ട്. ഞാൻ അല്ല താങ്കൾക്ക് പറയട്ടെ. മറുപടി കേൾക്കണമെങ്കിൽ കാരശ്ശേരി മാഷ് മറുപടി ഉണ്ട്. കുട്ടികളെ അപമാനിക്കാനാണോ നിങ്ങൾ എനിക്ക് മറുപടി ഉണ്ട്. എന്താ അമ്മായി ഇത്? ഇവിടെ ഇങ്ങനെയാ അപ്പൊ പറഞ്ഞോട്ടെ, അതിനാദ്യം മറുപടി പറ. ആ കുട്ടിയുടെ പേര് പറയണം, വേറെ വർത്താനം പറയരുത്. സംസ്കൃതം വേണ്ട, മലയാളത്തിൽ പറയും. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. ഞാന് സംസ്കൃതം അറിയുന്ന ആളല്ല അനിൽകുമാർ. നിങ്ങള് വിഷയം മാറ്റാനോ എന്നെ പരിഹസിക്കാനോ ആണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാം. എന്താ ആ പ്രതീക്ഷയും തകർന്നു. DPI പറഞ്ഞ ഒരു കാര്യം ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്തത്. അല്ല അതെ DPIയോട് എന്തുകൊണ്ട് ചോദിച്ചില്ല? നിങ്ങൾ ഈ ചോദ്യം DPI DPIയോടാണ് പറഞ്ഞോ? ചോദിക്കണം. ആ കുട്ടിയുടെ പേര് എന്നോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. എന്താ നീ പിറുപിറുക്കണേ? ഞാൻ നിങ്ങളോട് റിട്ടയർഡ് പറഞ്ഞു. അധ്യാപകനാണ്. DPI ഞാൻ നിങ്ങളോട് സർവീസിലുള്ള പറഞ്ഞോ? ആളല്ല. ആ DPI ഇപ്പോഴും DPI സർവീസിലുണ്ട്. പറഞ്ഞോ? എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല? മന്ത്രി എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചില്ല? താൻ പറയില്ലല്ലേ? പറഞ്ഞാലേ പറയാൻ പറ്റൂ. സംഭാഷണം ഏത് പുറത്തേക്ക് മന്ത്രി കൊടുത്ത ചോദിക്കണം? ആളെ DPI അന്വേഷിക്കുക അങ്ങനെ ചെയ്തത്. പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയില്ല. നന്നാവില്ല അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ. ഏതെങ്കിലും A+ കിട്ടിയ കുട്ടിക്ക് എഴുത്തും DPI വായനയും അങ്ങനെ അറിയാതെ ഉണ്ടോ പറഞ്ഞായിട്ട് ഞങ്ങൾക്കറിയില്ല. എന്ന് DPI നിങ്ങൾ നുണ വിളിച്ചിട്ട് പറയുക. ചോദിക്കണം. എന്തോ ചെവി ഇങ്ങോട്ട് തരൂ. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട് ഇതൊന്നും ഏക്കൂല. ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണ്. അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറി. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. ഇതൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാ. എക്സസൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ സമുദായ സംഘടനയുടെ നേതാക്കന്മാരെ പോലും സ്വന്തം അച്ഛന്റെ പ്രായം ഉള്ളവരെ പോലും വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാ മതി. വളരെ ധിക്കാരത്തോടുകൂടി നിഷേധത്തോടുകൂടിയുള്ള പെരുമാറ്റവും പദപ്രയോഗമാണ് നടത്തുന്നത്. RDPയുടെ കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ അത്രയ്ക്കൊന്നും വേണ്ട. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പോലും വളരെ മോശം വാക്കുകൾ നിയമസഭയിൽ ഉപയോഗിക്കും. താൻ വന്ന വഴി ഏതാണ്ട് തനിക്ക് നിശ്ചയമുണ്ടോ ഉത്തമ? ഈ അടുത്തകാലത്ത് തിരുവനന്തപുരം നഗരത്തിലൊക്കെ കുറച്ച് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി ആ ബോർഡുകൾ ഈ വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെന്റിന് സതീശനെതിരെയുള്ള വിജിലൻസ് എൻക്വയറി റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചതിന് ശേഷമാണ് ആ ബോർഡുകൾ വന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. ആ ബോർഡുകൾ കണ്ടത് അങ്ങനെയെന്ന് പറഞ്ഞാല് ഞാൻ പേടിച്ചുപോയി. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. തിരിച്ച് പടം വയ്ക്കുവാനും പടത്തിന് താഴെ അടിക്കുറിപ്പ് എഴുതാനും ഒക്കെ ഉള്ള ഒരുപാട് സംഭവവാസങ്ങളുണ്ട്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഞങ്ങളുടെ ഒരു മാന്യത കൊണ്ട് ഞങ്ങളത് അതൊന്നും ചെയ്തിട്ടില്ല. ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും, പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.